എടാ ഇതുമായിട്ട് എവിടെ പോയത്? എന്റെ ആളുടെ ഒപ്പം ചായ കുടിക്കാൻ പോയതാടാ. ഇന്നെന്തായിരുന്നു സ്പെഷ്യല്? അല്ല സ്പെഷ്യലായിട്ട് വല്ല ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഡാ, വേറൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? നിന്റെ ആള് നിന്നെ പറ്റി ചോദിച്ചു. എവിടെന്ന്? ഒരു മിനിറ്റ് ഒന്നുകൊണ്ടി നിക്കണ അവിടെ. എപ്പോ നോക്കിയാലും ഈ സ്ക്രീനിന്റെ ഉള്ളിൽ തന്നെയാ. താഴെ കാണാൻ കൂടി കിട്ടുന്നില്ല. എടാ ജോർജേ, എടാ നിക്കടാ. നീ അത് വിട്, നീ കാര്യത്തിലേക്ക് വാ. അവള് എന്നെ പറ്റി എന്തിനും പറഞ്ഞോ? എന്റെ പേര് വല്ലയും? അത്രയ്ക്കും എക്സൈറ്റ് ആവണ്ട. നീ ജസ്റ്റ് വരില്ലേന്ന് ചോദിച്ചു. എവിടേക്ക്? എടാ, അവളുടെ ഡാൻസ് ടീം ജയിച്ചില്ലേ, അതിന്റെ എന്തോ ട്രീറ്റ്. അപ്പൊ നിന്റെ ഫ്രണ്ട് ഉണ്ടാവില്ലേന്ന് ചോദിച്ചു. എടാ എന്റെ പേര് ചോദിച്ചോ അതോ ഫ്രണ്ട് എന്നാണോ പറഞ്ഞേ? ഡാ മയിരേ, ഡാ നീ ഭയങ്കര ഷൈ ആണെന്നറിയാം. നിന്റെ ഷൈനസ് ഒന്നും ശരിയാവില്ല ഇവിടെ. കാഷ്വലായിട്ട് സംസാരിക്കണം. ഗേൾസിന് ഇഷ്ടമുള്ള പോലെ കോംപ്ലിമെന്റ്സ് എന്തെങ്കിലും കൊടുക്കണം. എടാ, മെയിൻ കോൺഫിഡൻസ് ആണ്. ധൈര്യമായിട്ട് സംസാരിച്ചാലേ കാര്യമുള്ളൂ. നിനക്ക് പറ്റൂടാ. അപ്പം ശരി, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. അപ്പോൾ നാളെ. ഉം, ഉം, ഉം. സോറിടാ, ലേറ്റ് ആയി പോയി. എല്ലാരും ഇല്ലേ? നീ ഇല്ലാതെ എൻ്റെ അകത്ത് ഞാൻ എങ്ങനെ നീ കേറും? എപ്പോ വന്നാടാ? നിനക്ക് കേറിക്കൂടെ ഇരുന്നാ? നീ ഇല്ലാതെ പറ്റത്തില്ല. ശരി, വാ പോവാ. വാ എടാ വലിക്കാതെ വാടാ. ഞാൻ വരാം. ആ വരുന്ന്. ആ പോ. വാടാ. വാ ഇരിക്കി. ഞങ്ങൾ ലേറ്റ് ആയോ? ഇല്ല കുഴപ്പമില്ല. മണർകാട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. നിന്റെ വീട് മണർകാടാണോ? അല്ലല്ല, ഏറ്റുമാനൂരിന്റെ അടുത്ത് കിടങ്ങൂർ എന്ന സ്ഥലത്താ. നിന്റെ വീട് മറ്റക്കരയിലാണോ? ആ ഇവന്റെ വീട് മറ്റക്കരയിലാ. ആ അറിയാം, കണ്ടിട്ടുണ്ട്. മിണ്ടടാ. നിനക്കിനെ അറിയത്തില്ലേ, നമ്മൾ രണ്ടും ഒരുമിച്ചായിരുന്നു ട്യൂഷനൊക്കെ പഠിച്ചേ. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ശരി. എന്താ വേണ്ടേ? എനിക്ക് പറയടാ. മന്തി മതി, കുഴപ്പമില്ല. നിങ്ങക്കോ? ഞങ്ങൾക്ക് അതുപോലെ മതി. ആ ചേട്ടൊരു ഫുൾ അൽഫാം മന്തി. ഓക്കെ അല്ലേ? ഓക്കെ. എടാ, നിനക്ക് എത്ര അവസരടാ അവളോട് മിണ്ടാൻ കിട്ടിയത്? നീ എന്തുട്ടാടാ കാണിക്കുന്നേ? എടാ ഞാൻ വാമപ്പ് എടുക്കുമായിരുന്നു. വാമപ്പെടുക്കാൻ നീ ആരും മെസ്സി അമ്മായി? ഞാൻ പറയണല്ല. വാ.
എടി ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതെന്താ? ആ രണ്ടാമത്തെ നോക്ക്. എന്തിനുണ്ട് ഒരു ചിട്ടി, അങ്ങ് ചന്ദ്രനുണ്ട് ഒരു പെട്ടി, നമുക്ക് വേണ്ട ഒരു കുട്ടി. എന്താണ് ഇത്? നീ മറ്റേതൊന്ന് വായിച്ചു നോക്ക്. എന്തേലും പറയടാ. പറ. One smile can't change the world, but your smile changes mine. ഇൻബോക്സ് മൊത്തം കോഴികളാണല്ലോ. സത്യം പറ, ഇല്ല, ഇൻബോക്സ് അല്ല. നിനക്ക് നോട്ട് ഗുണലായി ആപ്പ് അറിയോ? ഇല്ല ചിലപ്പോ ടെക്കിക്ക് അറിയായിരിക്കും. അതൊരു അനോണിമസ് മെസ്സേജ് ആപ്പാണ്. ലൈക്ക് പ്രൊഫൈൽ ലിങ്കിൽ ആർക്ക് വേണേലും മെസ്സേജ് അയക്കാം. ദെൻ ആരാ മെസ്സേജ് അയക്കുന്നത് നമുക്കറിയാൻ പറ്റൂല. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഞാൻ ഇത് വൈകിട്ടാണ് തുടങ്ങിയത്. അപ്പോഴേക്ക് വരുന്ന മെസ്സേജ് നോക്കൂ, ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ചിലതൊക്കെ കുറച്ച് ക്രീപ്പി ആണെങ്കിലും എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു രസമല്ലേ? ആ കൊള്ളാം കൊള്ളാം. എന്തിനും പറയടാ, നീ കാണിക്കുന്നത് എന്തിനും പറഞ്ഞു. എടാ പുല്ലേ, നീ ശരിയാവില്ല. എത്ര നല്ല ചാൻസ് ആടാ കിട്ടിയേ. അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നില്ലേ? എവിടെ? ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ നെട്ടും. മോനെന്താ ചെയ്യാൻ പോണേ? ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കാൻ പോവാ. നീ നമ്പർ വാങ്ങിയോ അതോ ഇൻസ്റ്റയിലാണോ? എടാ ഇന്ന് അവള് തന്നെയല്ലേ പറഞ്ഞ ആപ്പിനെ കുറിച്ച്. അത് വെച്ചൊരു കളി കളിക്കും. പൊട്ടനാണോടാ നീ? അത് അനോണിമസ് അല്ലേ? നീയാണ് അയച്ചെന്ന് അവൾക്ക് എങ്ങനെ അറിയും? എടാ അതാ കളി. സ്റ്റെപ്പായിട്ട് ഞാൻ മെസ്സേജ് അയക്കും. എന്നിട്ട് അവസാനം പറയും ഞാനാ മെസ്സേജ് അയച്ചതെന്ന്. സിമ്പിളായി നേരിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യം ഇങ്ങനെ ചുറ്റി വിളച്ച് നീ എന്തേലും കാണിക്ക്. ഒന്ന് കട്ട് ചെയ്തേ. ഏടാടാടാ എന്നാ പ്രകൃതിയിൽ നല്ല കാണാൻ ആകർഷിക്കുന്ന സാധനങ്ങളൊക്കെ വലിയ ഡേഞ്ചറാന്നാ കേട്ടിട്ടുള്ളത്. ഞാൻ പേടിക്കണോ? Honey, you can go anywhere you want in the world now. Where do you want to go first? ഹലോ. ഓ, എൻ്റെ ഐഡിയ വെച്ച് എനിക്കിട്ട് തന്നെ ഗെയിമാ. എന്താ ഐഡിയ? എന്താടാ നീ പറയണേ? എടാ നീയാണെന്നറിയാം, നിർത്തിയിട്ട് പോ. നിന്റെ പ്രശ്നം എന്താ? ഞാനിവിടെ എൻ്റെ ആളോട് സംസാരിച്ചോണ്ടിരിക്കുക. എടാ എനിക്കെന്നാ ഇപ്പോൾ ഒരു മെസ്സേജ് വന്ന്. എന്ത് മെസ്സേജ്? എന്നെ ഷർട്ടിൽ കാണാൻ അടിപൊളിയാന്ന്. ഡെയിലി പ്ലെയിൻ ഷർട്ട് ഇടാൻ. എടാ ശരിക്കും അങ്ങനെ വന്നോ? എടാ സത്യം പറ, നീയാണോ? എടാ ഞാനല്ലടാ, ചിലപ്പോലെ വിനീതായിരിക്കും. അല്ല ഇനി അന്നവല്ലയും? ഡാ അവളല്ലടാ, അവളങ്ങനെ ചുറ്റി വിളച്ച് സംസാരിക്കുന്ന ആളൊന്നല്ല. അവളെല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടേ പറയുള്ളൂ. ഇല്ല, ഇനി അന്നെങ്ങാനും ആവാനൊരു ശകലം ചാൻസ് കാണത്തില്ലേ? എടാ നീ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നീ നോർമലായിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുക. ഇനിയിപ്പോൾ അവളുടെ റെസ്പോൺസ് നെഗറ്റീവ് ആണെങ്കിലും നീ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ട്രൈ ചെയ്. ഒരുത്തി പോയാൽ വേറൊരുത്തി വരും. അത്രേ ഉള്ളൂ. എന്താ? അയ്യോ കോൺഫറൻസ് മറന്നുപോയി. കട്ടേ. ഹേയ് ജോർജ്, നിന്നെ ഷർട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നീ എപ്പോഴും പ്ലെയിൻ ഷർട്ടിട്ട് വന്നാൽ മതി. ഇയാൾ നല്ല ഫ്രണ്ട്ലി ആണല്ലോ. പക്ഷെ നിനക്കെന്താ അത്ര ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തെ? എല്ലാവരോടും സംസാരിക്കേ.
നിനക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇപ്പം. നന്നായിട്ടുണ്ട്. അതെനിക്കിഷ്ടായി. ഡാ ഞാനവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഡാ സൂപ്പർ, ഇപ്പോഴാടാ നീ കറക്റ്റ് റൂട്ടിൽ വന്നേ. ഡാ അവള് സ്റ്റെപ്പിന്റെ അവിടെ ഉണ്ടെന്നാ വിനീത് പറഞ്ഞത്. ഇതെന്താ? സ്ക്രഞ്ചി. മാസമായിട്ട് നിനക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടാ. അതൊന്നും കുഴപ്പമില്ല. എന്തുവാ നീ പറയാൻ പോകുന്നേ? എല്ലാം സെറ്റല്ലേ? സെറ്റ്. എടാ നീ കോൺഫിഡൻ്റ് ആയി പറയട്ടാ, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ. അപ്പോൾ വൈകുന്നേരം ചെലവ് മറക്കല്ലേ. നിക്കടാ അവിടെ. ഇത്ര നേരം നീ എവിടെയായിരുന്നു? സമയം എത്രയായി നോക്ക്. എത്ര ഫോൺ നിനക്ക് ഞാൻ ചെയ്തു? ഒരു പ്രാവശ്യമെങ്കിലും ഫോൺ നീ അറ്റൻഡ് ചെയ്തോ? ഈ അമ്മയെ കുറിച്ച് നിനക്ക് യാതൊരു വിചാരവും ഇല്ല. നീ എവിടെ തന്നെ നടക്കുവായിരുന്നു? കുറെ നേരമല്ലോ. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഹലോ. ഡാടാ സോറിടാ, എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാ വിനീതിനോട് സംസാരിച്ച്. കുറച്ച് നാളായി തുടങ്ങിയിട്ട് സീക്രട്ടായി വെച്ചേക്കായിരുന്നു. ശരി വിട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്തിനാടാ. എനിക്കറിയാം നീ ഇപ്പം ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. ഓ എന്ത് വലിയ കാര്യമായിരുന്നു. വെറുതെ ഹോപ്പ് വെച്ച് നേരത്തെ പോയി പറയേണ്ടതായിരുന്നു. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവൂടാ. പക്ഷെ അതൊന്നും നീ ആലോചിക്കണ്ട. നീ അവളെ വിട്. നിനക്ക് നിന്നെ ഇഷ്ടപ്പെടുന്ന വേറൊരാളെ കിട്ടും. അവൾക്ക് ഇഷ്ടമില്ല പിന്നെ എന്തിനാണോ എൻ്റെ കോംപ്ലിമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തേ? കോംപ്ലിമെന്റ്സാ? പിന്നെ അയച്ചാ? എടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് അവളൊന്നും അല്ലടാ, ആ വിനീത് വല്ലതും ആയിരിക്കും. എടാ നിനക്ക് പ്രീമിയം അക്കൗണ്ട് എടുത്താൽ മനസ്സിലാവൂല ആരാന്ന്. പ്രീമിയം അക്കൗണ്ടോ? അതിനി എന്താ? അതൊന്നുമില്ല, നീ വെക്കി. ഞാൻ വിനീതിനൊന്ന് വിളിക്കട്ടെ.
മോനെ അമ്മയോട് ക്ഷമിക്കടാ. അന്നേരത്തെ ദേഷ്യത്തിന് അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാ. ഇല്ലമ്മ, എൻ്റെ ഭാഗത്താ തെറ്റ്. ഞാൻ ചുമ്മാ അതുകൊണ്ടല്ലേ. അമ്മ കഴിച്ചോ? ഇല്ല മോനെ, ഞാൻ കഴിച്ചില്ല. വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി മോനെ. മോനിരിക്കെ, ഞാൻ വിളമ്പാം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി, പൈങ്കിളി മലർത്തിൻ കിളി. തെന്നലും മകളിയോ ഡാ മോനെ, നിന്നെ ഷർട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നീ എപ്പോഴും പ്ലെയിൻ ഷർട്ട് ഇട്ടുവാ. മാമയിൽ നീലപ്പീലികൾ വീശിയോ, എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മോനെ കണ്ട നല്ല ഫ്രണ്ട്ലി ആണല്ലോ. പക്ഷെ നിനക്കെന്താ അത്ര ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത? എല്ലാരോടും സംസാരിക്ക്, ഫ്രണ്ടാക്. ചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ. എൻ്റെ മോന് നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇപ്പോ. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പൈങ്കിളി